നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക കടയടപ്പ് സമരം ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നടത്തുന്നതാണ്. ഇതിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ ചില കടകൾ തുറക്കുകയും എന്നാൽ ചില കടകൾ അടച്ചിടുകയും ചെയ്യുകയുണ്ടായി. അതേസമയം സമരത്തിൽ നിന്ന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ ഒരു വിഭാഗം വിട്ടുനിൽക്കും. നിർബന്ധിച്ച് കടയടപ്പിക്കൽ ഉണ്ടാകില്ല. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊട്ടാരക്കര യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഘടന ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഘടിച്ചിരിക്കുന്ന സംഘടന ഒരിക്കലും പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ബന്ധപ്പെടാതെ അഖിലേന്ത്യാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കരയിലെ വ്യാപാരി വ്യവസായികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കടയടപ്പ് സമരമാണ് അവർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പേര് വെച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ കൊട്ടാരക്കര യൂണിറ്റിൻ്റെ വ്യാപാര ഭവനിൽ നിന്നും ഒരു അറിയിപ്പ് കൊടുക്കുകയും അത് ആവശ്യമുള്ള, അതായത് ബുദ്ധിമുട്ടി നിൽക്കുന്ന കടക്കാർക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കടകൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന് നമ്മൾ നോട്ടീസിൽ കൂടെ ആഹ്വാനം ചെയ്തിരുന്നു. അതനുസരിച്ച് കൊട്ടാരക്കരയിലെ 60% കടക്കാരും പ്രത്യേകിച്ച് ഹോട്ടലുകളും മെഡിക്കൽ സ്റ്റോറുകളും രാവിലെ തന്നെ തുറന്ന് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 11 മണിയായപ്പോൾ കുറച്ച് ഗുണ്ടകൾ വന്ന് ഈ തുറന്ന കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുകയും പോലീസ് ഇതിൽ ബന്ധപ്പെട്ട് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ബാക്കിയുള്ള വ്യാപാരികളും ഇനിയും തുറന്ന് പ്രവർത്തിക്കും. ഇനിയും സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ കൊട്ടാരക്കരയിൽ വ്യാപാരികളെല്ലാം കട തുറന്നിട്ടുണ്ട്. നോട്ടീസ് ഇറക്കിയത് നമ്മുടെ സംഘടന തന്നെയാണ്. സാധാരണ ഉള്ള ചെറുകിട കച്ചവടക്കാർക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇവർ കട അടപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന ചെയിൻ ഷോപ്പുകളോ ബാക്കിയുള്ള ഷോപ്പുകളോ ഇവിടെ അടപ്പിച്ചിട്ടില്ല. അല്ലാതെ ചെറുകിട കച്ചവടക്കാരെ ആണ് ഇവർ ഉന്നം വെച്ച് ഇവിടെ അടപ്പിച്ചത്. അവർ വന്ന് അടയ്ക്കണമെന്ന് വന്ന് ബഹളം വെച്ചു. ആ ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കടക്കാരൻ തന്നെ പറഞ്ഞു, ഞാനിത് വാടകയ്ക്ക് ഇരിക്കുന്നതാണ്, എൻ്റെ വാടക കാശ് കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല, അത് അനുസരിച്ചാണ് ഞാൻ കട തുറന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി കട തുറക്കുകയും ഇപ്പോഴും കട പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് വരികയും ചെയ്തു. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ ഉണ്ട്, ഒരു ഹർത്താൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും നിർബന്ധപൂർവ്വം കട അടപ്പിക്കരുതെന്നാണ്. അത് ഇന്നലെ നമ്മൾ CIയെ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ CI പറയുകയും ചെയ്തു, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് കടകൾ അടപ്പിക്കാൻ വന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. വ്യവസായ ഏകോപന സമിതി രണ്ട് ചേരിയായിട്ട് നിൽക്കുക. ഒറ്റക്കെട്ടായിട്ട് പോയി ഈ വ്യാപാരിയൊക്കെയുള്ള ഗുണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പോലും 3-4 കക്ഷികൾ വേറെ മാറി നിന്ന് ഞങ്ങൾ അതിലുണ്ട് ഞങ്ങൾ ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് രണ്ടായിട്ട് വേടിപ്പിച്ച് പോവുക. കൊട്ടാരക്കരെ സംബന്ധിച്ച് നോക്കുകയാണെന്നെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാരികളും ഞങ്ങളുടെ പക്ഷത്തുള്ളത്. പക്ഷേ ഈ രണ്ടു കൂട്ടരെയും കൂടെ ചോദിച്ച് ഒറ്റക്കെട്ടായിട്ട് പോയി വ്യാപാരികൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള രീതിയിലുള്ള പോക്കിന് പാതെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രാദേശികമായിട്ട് എന്തെങ്കിലും വ്യാപാരികളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് ചെയ്ത് മുൻപിൽ നിൽക്കണം എന്നൊന്നും തോന്നാതെ വേറൊരു രീതിയിൽ പോയി അങ്ങനെ ആ ഒരു പോക്ക് ശരിയല്ല. ഒറ്റക്കെട്ടായിട്ട് പോകണം. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒറ്റക്കെട്ടായിട്ട് പോകണം. അതിന് വേണ്ടുന്ന നടപടികൾ ബന്ധപ്പെട്ടവരെടുത്തില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതുപോലുള്ള ദോഷങ്ങളുണ്ടാകും. അതങ്ങനെ ഉണ്ടാവരുത്. ഒറ്റക്കെട്ടായിട്ട് പോകണം. ആ രീതിയിൽ പോകണം. കച്ചവടക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പോക്കുകളെ കേരള വ്യാപാരി വ്യവസായികൾ പോകാവുള്ളൂ. എങ്കിലേ ഇത് ഒറ്റക്കെട്ടായിട്ട് പോകാൻ പറ്റത്തുള്ളൂ.